ഈ അനോമലി സ്കാനിങ്ങിന് പോയപ്പോൾ ഈ സന്തോഷം ഞാൻ പെട്ടെന്ന് തന്നെ അണഞ്ഞു പോകുന്നു ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. ഡോക്ടറിനെ കാണാൻ പറഞ്ഞു പോയിട്ട് ഞാൻ ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇന്ന് തന്നെ അഡ്മിറ്റ് ആവണം, നാളെ നമുക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. കേട്ടപാട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ഇടാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചിന്താഗതി സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എല്ലാം 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അത് കുഴപ്പമില്ല, പിന്നെ നമുക്ക് സാധാ ലൈഫ് നടക്കാം, അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല, ഇത് ബെഡ് റെസ്റ്റിലേക്കാണ് പോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഏപ്രിൽ 7-ാം തീയതിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയതും അവിടെ അഡ്മിറ്റ് ആയതും. ഏപ്രിൽ 8-ാം തീയതി ആയിരുന്നു കേട്ടോ എൻ്റെ സർജറി നടന്നത്. ഓപ്പറേഷൻ അനസ്തേഷ്യൊക്കെ തന്ന് ഓപ്പറേഷനായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളൊന്നുമില്ല കേട്ടോ. കാരണം അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയില്ല എത്രത്തോളം ഉണ്ട് അതിൻ്റെ വേദനയും കാര്യങ്ങളും. പിന്നെ എല്ലാവർക്കും പെയിനൊന്നും ഒരേപോലെ ഒന്നും അല്ല കേട്ടോ, ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. കാരണം എൻ്റെ കൂടെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചിക്ക് അത്രയ്ക്ക് വേദനയും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, അത് അവർ തന്നെ പറഞ്ഞു, എല്ലാവർക്കും ഒരേ പെയിൻ ആയിരിക്കത്തില്ല. പിന്നെ പുള്ളിക്കാരത്തിൻ്റെ 2ാമത്തെ എന്തോ ആയിരുന്നു കേട്ടോ. അപ്പം വേദന ഒരു സൈഡിൽ എന്നെ തിരിച്ചെടുത്താൻ വരെ എനിക്ക് ഒരാൾ വേണമായിരുന്നു. ഇപ്പോഴും എനിക്ക് കട്ടിൽമേന്ന് എണീക്കാൻ പറ്റില്ല, എന്നെ ഒരാൾ എണീപ്പിക്കണം, ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. അപ്പം ലേബർ റൂമിൽ എന്നിട്ട് കുറച്ച് ദിവസം കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് ഷിഫ്റ്റ് ആയത്. പിന്നെ റൂമിലും കുറച്ച് നാൾ കിടന്നു. അത് കഴിഞ്ഞിട്ട് 14-ാം തീയതി ഏപ്രിൽ 14 ഡിസ്ചാർജ് ആയി ഞങ്ങൾ വീട്ടിലോട്ടേക്ക് പോകും. ഞങ്ങളുടെ ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് വീക്കായി പോയിരുന്നു. ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പ്രത്യേകിച്ച് ലാബ് റൂമിൽ കിടന്നപ്പോൾ. നമ്മൾ തന്നെ വേദന, ഒരാൾ തിരിച്ച് കിടത്തണം, അങ്ങനെയൊക്കെ വന്നത്. പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇച്ചിരി കൂടി ഞാൻ ഓക്കെ ആയി തുടങ്ങിയത്. എന്നാലും എനിക്ക് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഫോൺ കയ്യിൽ കിട്ടി, പിന്നെ ഫോൺ നോക്കി അങ്ങനെ കുറച്ച് മൈൻഡ് ഇങ്ങനെ മാറ്റി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വേദനയുടെ ഇടയിൽ ഞാനിങ്ങനെ വീഡിയോ എടുത്തൊന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, വേദനയുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ആശ്വാസം വേണമല്ലോ, അതുകൊണ്ട്. പക്ഷേ നമുക്ക് കുറേ നേരം ഫോൺ നോക്കാനും പറ്റത്തില്ല. എന്നാലും ഇങ്ങനെ കിടക്കുന്ന ആൾക്ക് പിന്നെ വേറെ എന്തുണ്ട്, ഒരു നേരം പോക്ക്.